ഒരു സെക്കൻഡ്, ഇദ്ദേഹത്തിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച മെക്ഡൊണാൾഡ്സിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാരണം ജയ്പൂരിലെ ഒരു മെക്ഡൊണാൾഡ്സിന്റെ ഔട്ട്ലെറ്റിൽ FSSAI കയറിയതും 40 ലിറ്റർ ഓയിൽ പിടിച്ചതും അതുപോലെ തന്നെ ചീഞ്ഞ തക്കാളിയൊക്കെ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. പക്ഷെ അവരെനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നു, നിങ്ങൾ നമ്മുടെ പേര് ദോഷകരമായിട്ടാണ് നിങ്ങൾ ഓരോ വീഡിയോ ചെയ്തത്, അതുകൊണ്ട് നമുക്ക് നിയമപരമായ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടാ ഈ റോയിട്ടേഴ്സും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഇനി എന്റെ വീഡിയോ കാരണം മെക്ഡൊണാൾഡ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ താഴ്മയോടെ ഞാൻ മാപ്പല്ല ഒരു കോപ്പും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് വിമർശനങ്ങൾ നേരിടുക തന്നെ ചെയ്യേണ്ടി വരും. വിമർശനങ്ങൾക്ക് ഭീഷണികളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം. പാക്കഡ് ഫുഡ് പ്രോഡക്ട്സ് ഇറക്കുന്ന പല വമ്പൻ കമ്പനികളെയും ശരിക്കും ക്വസ്റ്റ്യനുകൾക്ക് മുമ്പിൽ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം ഇയാളുടെ വീഡിയോസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോന്നും പക്കയാണ്, അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഫ്രണ്ടിലെ ലേബലും പിക്ചേഴ്സും കണ്ട് വാങ്ങിക്കാതെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് മനസ്സിലാക്കി ന്യൂട്രീഷ്യൻസ് വാല്യൂസ് ഒക്കെ മനസ്സിലാക്കി വാങ്ങിക്കാൻ ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യിപ്പിച്ച ഒരാളാണ് ഇദ്ദേഹം. ഇയാളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. ഞാൻ അയാളുടെ ID ഞാൻ എൻ്റെ കമൻറ്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടേക്കാം. ജസ്റ്റ് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക, അത്രയും യൂസ്ഫുള്ളാണ്.